وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ CIC വക്ര സോൺ പ്രസിഡന്റ് ഷാനവാസ് ഖാലിദ് സാഹിബ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യയിൽ ഡിഫൻസ് മിനിസ്ട്രിയും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ഉള്ള ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിന് വേണമെങ്കിൽ ആരുടെ ഭൂമിയും അവരുടേതാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ അധികാരമുള്ള ഒരു സ്ഥാപനം. അങ്ങനെ ഇത്രയും അധികം സ്വത്ത് 9,42,000 ഏക്കർ ഭൂമി, 8 ലക്ഷത്തിൽ പരം ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അങ്ങനെ എത്രയും വലിയൊരു സാമ്രാജ്യത്തിൽ അടയിരിക്കുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തെ നമ്മുടെ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെയൊക്കെ പാവപ്പെട്ടവരുടെ ഭൂമി ഇവരുടെ കയ്യിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി മോദി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്നുള്ള നിലക്കാണ് നമ്മളിപ്പോൾ വഖഫിനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ സർക്കിളുകളിൽ വഖഫിനെ കുറിച്ചുള്ള ചർച്ചകൾ, അതിൻ്റെ യഥാർത്ഥ അവസ്ഥകൾ, അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കയ്യിലുള്ള വഖഫിൻ്റെ യഥാർത്ഥ അവസ്ഥകളെക്കുറിച്ചൊക്കെയുള്ള ചർച്ച നമ്മുടെയൊക്കെ സർക്കിളുകളിൽ നടക്കുന്നുണ്ടാകാം. പക്ഷേ ഇന്ത്യയുടെ മുഖ്യധാര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലുമൊക്കെ നടക്കുന്ന ചർച്ച നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അതായത് മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഓണർ ആയിട്ടുള്ള ഈ ഒരു സ്ഥാപനം നിങ്ങളുടെയൊക്കെ ഭൂമി ഏത് സന്ദർഭത്തിലും അവരുടേതാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് രംഗത്ത് വന്നാൽ അതിനെ കോടതികൾക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത അത്ര സ്വയംഭരണമുള്ള സർവാധികാരിയായ ഒരു സ്ഥാപനമായിട്ടാണ് വഖഫ് ബോർഡുകളെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ പശ്ചാത്തലം ഈ ബില്ലിനെ ഒരു മറയാക്കി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം. ശരിക്കും അതിൻ്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വാദത്തിൻ്റെ, ഈ പച്ച നുണയുടെ, ഈ പച്ച കള്ളത്തിൻ്റെ ആന്തരികാർത്ഥങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് വഖഫ് എന്നറിയണം. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് വഖഫ്, ഔഖാഫ് അല്ലേ. ഇപ്പോൾ ഇവിടെ മിനിസ്ട്രി ഓഫ് ഔഖാഫ് ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സ് എന്ന് പറയുന്ന ഔഖാഫിനെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അത് നമ്മൾ ഇങ്ങനെ പറയുക എന്നല്ലാതെ, അല്ലെങ്കിൽ വഖഫിനെ കുറിച്ച് വഖഫ് ബോർഡ് ചെയർമാൻ, വഖഫ് ബോർഡ് മെമ്പർ, പിന്നെ വഖഫ് ബോർഡിൻ്റെ പിന്നെ സ്ഥാപനങ്ങൾ എന്നൊക്കെ കേൾക്കുക എന്നല്ലാതെ എന്താണ് വാസ്തവത്തിൽ ഇസ്ലാമിലെ വഖഫ് എന്നതിനെക്കുറിച്ച് നമ്മിൽ അധിക പേർക്കും അത്രയധികം വലിയൊരു കാഴ്ചപ്പാട് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അത്രത്തോളം അത് ശ്രദ്ധിക്കാത്തൊരു വിഷയം, നമ്മുടെ നിത്യജീവിതവുമായി അങ്ങനെ വലിയ ബന്ധമില്ലാത്തൊരു വിഷയമായിട്ട് അത് പലപ്പോഴും അങ്ങനെ കിടക്കാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലെ പല പള്ളികളും മദ്രസകൾ, അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമികമായിട്ടുള്ള പല സംഗതികളും സംവിധാനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ സ്ഥാപനങ്ങളും ഈ വസ്തുവകകളുമൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു സംഗതിക്കാണ് വഖഫ് എന്ന് പറയാം. വഖഫ എന്ന അറബി പറഞ്ഞാൽ ശരിക്കും നിന്നു എന്നാണ്. മവാഖിഫ് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ, കാർ പാർക്കിങ്ങിന്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു സ്വത്ത് ഒന്നുകിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മരണത്തിന് ശേഷം ആ സ്വത്ത് നമ്മളതിൻ്റെ ഉടമസ്ഥാവകാശം നിലവിലുള്ള ഒരു ഭരണ സംവിധാനത്തെയോ ഒരു ട്രസ്റ്റിനെയോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു എൻറ്റൈറ്റിയോ ഏൽപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശവും അതിൻ്റെ ഗുണഫലങ്ങളുമൊക്കെ പൊതുവായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ധർമ്മം, ചാരിറ്റി, സദക്ക എന്നുള്ള നിലക്ക് അതിൻ്റെ ഉപയോഗത്തെ നിജപ്പെടുത്തുന്നതിനാണ് വാസ്തവത്തിൽ വഖഫ് എന്ന് പറയുക. ഇസ്ലാമിക നിർവചനം അനുസരിച്ച് വഖഫിൻ്റെ ആ ഒരു നിർവചനം തന്നെ ഫുഖഹാക്കൾ അതിനിങ്ങനെ നിർവചിച്ചിട്ടുണ്ട്. തഹ്ബീസുൽ അസൽ, ഒരു പ്രോപ്പർട്ടിയെ ബന്ധിപ്പിക്കുക, അതിനെ കുടുക്കിയിടുക. വ തസീലുൽ മൻഫഅ അലാ ബിർറിൻ ഔ ഖുർബ, എന്നിട്ട് അതിൻ്റെ ആ പ്രോപ്പർട്ടിയുടെ ഗുണഫലം, അതിൻ്റെ പ്രയോജനം അതൊരു പുണ്യപ്രവൃത്തിക്കോ അള്ളാഹുവിനോട് സാമീപ്യം നമുക്ക് ലഭിക്കുന്നതിനോ വേണ്ടിയിട്ട് അതിൻ്റെ ഗുണഫലത്തെ നമ്മൾ നീക്കിവെക്കുക. എന്നിട്ട് ബിഹൈസു യുസ്റഫു റീഉഹു ഇലാ ജിഹത്തി ബിർറിൻ തഖർറുബൻ ഇലല്ലാഹി തആല, അതിൻ്റെ ആ പ്രോപ്പർട്ടിയുടെ ഗുണഫലം ഒരു പ്രത്യേകമായ ചാരിറ്റി ബോഡി ഉണ്ടാക്കിയിട്ട് അവരിലേക്കാണ് അത് പോവുക. പക്ഷെ നമുക്ക് അത് ചെയ്യുന്ന ആൾക്ക് അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക.
ബില്ലസ്ലി മാ യുംകിനുൽ ഇത്തിഫാഉ ബിഹി മഅ ബഖാഇ ഐനിഹി. അതിൻ്റെ ഉപകാരം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, മറിച്ച് ആ പ്രോപ്പർട്ടി അങ്ങനെ തന്നെ നിലനിൽക്കണം. അതിനെ കൈമാറ്റം ചെയ്യാൻ പാടില്ല, അതിനെ നശിപ്പിക്കാൻ പാടില്ല, അതിനെ മാറ്റം വരുത്താൻ പാടില്ല. അൺലെസ് ഇറ്റ് ഈസ് റിട്ടേൺ ഓതറൈസ്ഡ് ബൈ ദി വാക്കിഫ്. ഈ വഖഫ് ചെയ്യുന്ന ആൾ ഓതറൈസ് ചെയ്താൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവകാശികളോ അദ്ദേഹം ആ വഖഫ് ചെയ്ത പിന്നെ ഡീഡിൽ ആ രേഖയിൽ പറയുകയോ ചെയ്യാത്ത ഒരു മാറ്റവും വരുത്താൻ പറ്റാത്ത ഇങ്ങനെ ഒരു സംഗതിക്കാണ് ഇസ്ലാമിൽ വഖഫ് എന്ന് പറയാം. ഈ വഖഫിനെ കുറിച്ചുള്ള ചരിത്രം പറയുകയാണെങ്കിൽ അത് പിന്നെ ധാരാളം ഇസ്ലാമിക സമൂഹത്തിൽ ഒന്നാമതായി വഖഫ് ചെയ്ത ആൾ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയപ്പെടുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം വിശുദ്ധ ഖുർആനിൽ വഖഫ് എന്നുള്ള പേരിൽ അല്ലെങ്കിൽ വഖഫ് എന്നുള്ള പദം പ്രത്യേകിച്ച് ഈ പറയുന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല. വഖഫ എന്ന പദം പല രൂപത്തിൽ അതിൻ്റെ വകഭേദങ്ങളോട് കൂടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു വസ്തു നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായി വഖഫ് എന്ന നിർവചനത്തിൽപ്പെടുന്ന ഒരു വാചകം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുക സാധ്യമല്ല. മറിച്ച് പൊതുവായിട്ടുള്ള സംഗതി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ ബഖറയിൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം കരസ്ഥമാക്കുന്നവരാകുകയില്ല. ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള വചനങ്ങളാണ് ധാരാളം നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അതേസമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം സദഖകളെ, അതായത് ജാരിയായ സദഖ എന്ന് നമ്മൾ വിളിക്കുന്ന സദഖകളെ പ്രോത്സാഹിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ഇദാ മാത ഇബ്നു ആദം, നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും മുറിഞ്ഞു പോകും, പിന്നെ പ്രവർത്തിക്കാനുള്ള അവസരമില്ല. മരിച്ചു കഴിഞ്ഞാൽ പ്രവർത്തനങ്ങൾ നിലച്ചുപോയി. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴിച്ച്. ഒന്ന് സദഖത്തുൻ ജാരിയ, അയാൾക്ക് മരണശേഷവും ഖബറിലും ബർസഖിയായ ജീവിതത്തിലും നാളെ പരലോകത്തും അള്ളാഹുവിൻ്റെ വിചാരണ ഘട്ടത്തിലൊക്കെ ഗുണം ലഭിക്കുന്ന ഒരു സദഖ. രണ്ടാമത്തത് ഇൽമുൻ യുൻതഫഉ ബിഹി, അയാൾ വിട്ടേച്ചു പോകുന്ന അറിവ്, മറ്റുള്ളവർക്ക് ഉപകാരം എടുക്കാൻ സാധിക്കുന്ന അറിവ്. മൂന്നാമത്തത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാലിഹായ സന്താനം. അതിൻ്റെ വിശദമായ സംഗതികളൊക്കെ നമുക്കറിയാം. പക്ഷെ അതിൽ വഖഫുമായി ബന്ധപ്പെട്ടത് സദഖത്തുൻ ജാരിയ എന്ന് പറയുന്ന സംഗതിയാണ്. അതായത് അയാളുടെ മരണശേഷം അയാളുടെ ഉടമസ്ഥതയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വസ്തു തൻ്റെ മരണശേഷം ഉപകാരം എടുക്കാൻ വേണ്ടി സമൂഹത്തിനോ സമുദായത്തിനോ ആളുകൾക്കൊക്കെ ഗുണമെടുക്കാൻ വേണ്ടി ആൾ വിട്ടേച്ചു പോകുന്ന സ്വത്ത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും സബ്ഉൻ തുജ്റാലിൽ അബ്ദി ബഅദ മൗതിഹി, ഒരു 7 കാര്യങ്ങൾ ഒരു മനുഷ്യന് അവൻ്റെ മരണശേഷവും പ്രതിഫലം ലഭിക്കുന്ന ഇങ്ങനെ തുടർച്ചയായി പ്രതിഫലം ലഭിക്കുന്ന സംഗതികളായിട്ട് 7 ഉണ്ട്. വഹുവ ഫി ഖബരിഹി, ഖബറിൽ കിടക്കുമ്പോൾ തന്നെ 7 കാര്യങ്ങളിൽ നിന്ന് അയാൾക്ക് പ്രതിഫലം ലഭിക്കും. നേരത്തെ പറഞ്ഞ 3 കൂടാതെ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞു. പക്ഷേ അത് 3 ജനറലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആ 3 കാറ്റഗറിയിൽ തന്നെ വരും. പക്ഷേ ഈ ഹദീസ് ഇത്തിരി വിശദമായി പറഞ്ഞു. ഒന്ന്, മൻ അല്ലമ ഇൽമൻ, ഒരാൾ ഒരു വിജ്ഞാനം പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിച്ചു അല്ലെങ്കിൽ ഹദീസ് പഠിപ്പിച്ചു, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് വിജ്ഞാനവും, അങ്ങനെ ഇസ്ലാമിൽ വിജ്ഞാനത്തിനൊരു പ്രത്യേക വകതിരിവില്ലല്ലോ, ഏത് തരത്തിലുള്ള വിജ്ഞാനവും അയാൾ വേറൊരാൾക്ക് പഠിപ്പിച്ചാൽ ആ പഠിപ്പിച്ച ആൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിൽ നിന്ന് ഗുണമെടുക്കുകയോ ചെയ്യുന്നിടത്തോളം അയാൾക്ക് മരണശേഷവും പ്രതിഫലം കിട്ടും. ഔ കറാ നെഹ്റൻ, അല്ലെങ്കിൽ ഒരു പുഴ, ഒരു നദി കെട്ടിക്കിടന്ന അല്ലെങ്കിൽ തടസ്സമായി കിടന്ന ഒരു നദിക്ക് സുഗമമായ ഒഴുക്കിന് സാധ്യത ഉണ്ടാക്കി കൊടുത്തു എങ്കിൽ. ഔ ഹഫറ ബിറൻ, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു, നമ്മളൊക്കെ ഡ്രിങ്കിങ് വാട്ടർ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ വിഷൻ്റെ ഒക്കെ ഭാഗമായിട്ട്, അത്തരം സംഗതികൾ. ഔ ഗറസ നഖ്ലൻ, ഒരു ഈത്തപ്പന മരം നട്ടു. നമ്മൾ വഖഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഈ ഏക്കർ കണക്കിന് ഭൂമിയെക്കുറിച്ചും ചിന്തിക്കേണ്ട. ഒരു ഈത്തപ്പന മരം നട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു തെങ്ങ് നട്ടു എന്നൊക്കെ അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒരു മാവ് നട്ടു, ഒരു പ്ലാവ് നട്ടു, അതിൻ്റെ ഫലം നമ്മൾ മരിച്ചതിന് ശേഷം അതിൽ നിന്ന് ഭക്ഷിക്കുന്ന പക്ഷികളും മറ്റ് മനുഷ്യരും മൃഗങ്ങൾക്കും ഒക്കെ അടക്കം ഗുണം ലഭിക്കുന്നിടത്തോളം നമുക്കതിന് ഖബറിൽ ഗുണം ലഭിച്ചുകൊണ്ടിരിക്കും. ഔ ബനാ മസ്ജിദൻ, അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കി. ഔ വറസ മുസ്ഹഫൻ, ഒരു മുസ്ഹഫ് അയാൾ എന്ത് ചെയ്തു, ദാനം ചെയ്തു, ആർക്കെങ്കിലും തനിക്ക് ശേഷം ഓതാനായിട്ട് പാരായണം ചെയ്യാനായിട്ട് കൊടുത്തു. ഔ തറക്ക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ളൊരു മകനുണ്ട്, മരണത്തിന് ശേഷം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. ഈ 7 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ആ 3 കാറ്റഗറിയിൽ പെടുന്നത് തന്നെയാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ആദ്യത്തെ വഖഫ് ഞാൻ പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖൈബറിലെ ജൂതന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയിൽ
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് കിട്ടിയ വിഹിതം അദ്ദേഹം ഇസ്ലാമിക മാർഗത്തിൽ അതിൻ്റെ ഗുണം ലഭിക്കുന്നതിന് വേണ്ടി ആ ഭൂമി മുഴുവൻ അദ്ദേഹം വഖഫായിട്ട് കൊടുത്തു. അതാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ വഖഫ്. പിന്നെ അതിനുശേഷം ജാബിർ റളിയല്ലാഹു പറയുന്നുണ്ട്, മാ അലമു അഹദൻ കാന ലഹു മാലും മിനൽ മുഹാജിരീന വൽ അൻസാർ ഇല്ലാ ഹബസ മാലൻ മിൻ മാലിഹി സദഖതൻ മുഅബ്ബദ ലാ തുഷ്തറ അബദൻ വലാ തൂഹബ് വലാ തൂറസ്. ഞങ്ങൾക്ക് ഒരു സഹാബിനെ അറിയുമായിരുന്നില്ല, മുഹാജിറുകളിലോ അൻസാറുകളിലോ പെട്ട ഒരു സഹാബിയും ഉണ്ടായിട്ടില്ല അവരുടെ ഏതെങ്കിലും ഒരു സ്വത്ത് ഈ വഖഫിൻ്റെ മാർഗത്തിൽ, അതായത് നേരത്തെ പറഞ്ഞ ഗുണം ലഭിക്കുന്ന, മരണശേഷം അവർക്ക് ഗുണം ലഭിക്കുന്ന, ഫലം ലഭിക്കുന്ന ഒരു മാർഗത്തിൽ ദാനം ചെയ്യാത്ത ഒരൊറ്റ സഹാബിയെയും എനിക്ക് പരിചയമില്ല എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനും പണക്കാരനും ഒക്കെ അടക്കം ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് വഖഫ്. നമ്മുടെ കൺസെപ്റ്റിൽ വഖഫ് എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് ഒരു സെൻറ്റെങ്കിലും കൊടുക്കണമല്ലോ, 2 സെൻറ്റ് അങ്ങനെയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് എത്രയും ചെറിയ സംഗതികൾ വരെ വഖഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറേ ഉദാഹരണങ്ങളുണ്ട്, അതെല്ലാം ഞാൻ വായിക്കുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത വഖഫിനെ കുറിച്ച്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വഖഫാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബിഇറു റൂമ എന്ന് പറയുന്ന ഒരു കിണർ മദീനയിൽ ജൂതൻ്റെ കയ്യിൽ നിന്ന് 20,000 അന്നത്തെ ദിനാർ കൊടുത്തിട്ട് വാങ്ങി മുസ്ലിങ്ങൾക്ക് മൊത്തം വിട്ടുകൊടുത്ത ഒരു സംഭവമുണ്ട്. അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഖഫായിട്ട് പറയപ്പെട്ടിട്ടുള്ളത്. അതുപോലെ പിന്നെ അലി റളിയല്ലാഹു അൻഹു ചെയ്ത് സുബൈർ ബിൻ അൽ അവ്വാം, പിന്നെ സഅദ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഒരുപാട് വഖഫുകളെ കുറിച്ചുള്ള കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുക, ഈ വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാം ശരിക്കും വാസ്തവത്തിൽ ലോകത്തിന് തന്നെ ഇസ്ലാം കൊടുത്ത ഒരു സംഭാവനയാണ്. എന്ന് പറഞ്ഞാൽ വഖഫിൻ്റെ കൺസെപ്റ്റ്, ഇപ്പോൾ നമ്മൾ ഈ മിനിസ്ട്രി ഓഫ് ഔക്കാഫിനെ പറയുന്നതിൻ്റെ ഇംഗ്ലീഷിൽ എന്താ പറയുക, എൻഡോമെൻറ്റ് അല്ലേ, എൻഡോമെൻറ്റ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും എൻഡോമെൻറ്റ് കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികൾ, മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ അവരുടെ പല ചെയറുകളും പല റിസർച്ച് സ്ഥാപനങ്ങളും ഒക്കെ നടക്കുന്നത് എൻഡോമെൻറ്റ് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ എൻഡോമെൻറ്റിൻ്റെ അറബിയാണ് വഖഫ് എന്ന് പറയുന്നത്. അപ്പം ലോകത്ത് തന്നെ ഏറ്റവും ഗുണഫലം ലഭിക്കുന്ന ഒരു വലിയ സിസ്റ്റം സംഭാവന ചെയ്തത് ഇസ്ലാമാണ്. ഇതൊരു ചെറിയ ചാരിറ്റി ആയിട്ടോ ഒരു ചെറിയ ഏതെങ്കിലും അർത്ഥത്തിലുള്ളൊരു സംഗതിയായിട്ടല്ല, മറിച്ച് ലോകത്തിന് മുഴുവൻ, മനുഷ്യർക്ക് മുഴുവൻ, തലമുറകൾക്ക് മുഴുവൻ ഗുണം ലഭിക്കുന്ന ഒരു സംഗതി ഇൻട്രൊഡ്യൂസ്. ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിൻ്റെ സഞ്ചാരക്കുറിപ്പുകളിൽ 1328 ഒരു വഖഫിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് എത്രത്തോളം മുസ്ലിം സമൂഹം വഖഫിന് കൊടുത്ത പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹം ഡമസ്കസിൽ 1328 ഒരു വഖഫ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ, ഒരു ഹോട്ടൽ, വലിയൊരു ഹോട്ടൽ, ആളുകളൊക്കെ വരുന്ന ഹോട്ടൽ, ആ ഹോട്ടലിലെ വിലപിടിപ്പുള്ള പാത്രങ്ങളുണ്ട്. ഈ പാത്രങ്ങൾ ഭക്ഷണത്തളികയുമായിട്ട് പാചകക്കാരും വിളമ്പുകാരൊക്കെ വരുമ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അത് വീണ് നിലത്ത് വീണ് പൊട്ടിയാൽ അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പൊട്ടിക്കഴിഞ്ഞാൽ ഈ സാധാരണഗതിയിൽ അത് പാചകക്കാരൻ്റെയോ ഈ വിളമ്പുകാരൻ്റെയോ ശമ്പളത്തിൽ നിന്ന് പിടിക്കാം. പക്ഷെ അങ്ങനെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വഖഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അതിൻ്റെ ഒരു ആ വഖഫിൻ്റെ ഒരു വ്യതിരിക്തതയും അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി എവിടം വരെ എത്തി നമ്മൾ ആലോചിച്ച് നോക്കുക. പിന്നെ പറയുന്നുണ്ട്, യാത്രക്കാർക്ക് മുസാഫിർ ഖാന, അത് പണ്ടേ വഖഫിൽ പെട്ടതാണ്. പക്ഷേ യാത്രക്കാരുടെ ഒപ്പമുള്ള മൃഗങ്ങളുണ്ടാവുമല്ലോ, ഒട്ടകം, അതുപോലെ ആട്, നായ, ഇങ്ങനെയുള്ള എല്ലാ മൃഗങ്ങൾക്കും അവരുടെ ഭക്ഷണം, അവരുടെ വെള്ളം, ഇതിനു വേണ്ടി വഖഫ് ഇസ്ലാമിക സമൂഹത്തിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വകുപ്പുകളിൽ ഈ പറഞ്ഞ വഖഫുകൾ നടന്ന ഇസ്ലാമിക സമൂഹം ഏറ്റവും അതിൻ്റെ ഇസ്ലാമിക നാഗരികത അതിൻ്റെ ഏറ്റവും പ്രശോഭിതമായ സന്ദർഭങ്ങളിൽ ഇത്രയും വൈവിധ്യങ്ങളാർന്നിട്ടുള്ള വഖഫുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പറഞ്ഞ ഒരു സംഗതി ശരിക്കും വാസ്തവത്തിൽ ഇന്ത്യയിൽ ഇപ്പം സംഭവിക്കുന്ന ഈ ഒരു വഖഫിലേക്ക് വരുന്നത്, അതിനെക്കുറിച്ച് നേരത്തെ ഈ പറഞ്ഞ ചരിത്രത്തെക്കുറിച്ച് വല്ലാതെ ഞാൻ പോകുന്നില്ല. കാരണം അത് നമുക്ക് അത്രത്തോളം ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയ്ക്ക് വലിയ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് അത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന് ആ ഒരു സക്കാത്തിനൊപ്പം നമുക്ക് വഖഫും കൂടെ ഉണ്ടെങ്കിൽ ഈ മുസ്ലിം സമൂഹം ഇന്ന് ഒരിക്കലും അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഇൻവേർട്ടഡ് കോമയിൽ ഒരിക്കലും വരേണ്ട ഒരു സമുദായമല്ല. ഇന്ത്യയിൽ തന്നെ ഈ വഖഫ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 9,42,000 ഏക്കർ ഭൂമി വഖഫ് ബോർഡുകൾക്ക് കീഴിൽ, 32 വഖഫ് ബോർഡുകളാണ് ഇന്ത്യയിലുള്ളത്. എല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ കീഴിൽ, ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ നിയന്ത്രിക്കുന്ന വഖഫ് ബോർഡ്, അതിൻ്റെ കീഴിൽ ഏറ്റവും അധികം സ്വത്തുള്ള 8 ലക്ഷത്തിൽ പരം ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ള സ്വത്തുള്ള ഈ വഖഫ് ബോർഡ്, അതിനെക്കുറിച്ച് 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് 12,000 കോടി രൂപ അത് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ആ വഖഫിൻ്റെ സ്വത്തുക്കളെ കൈകാര്യം ചെയ്യുകയും
അത് വാടകയ്ക്ക് കൊടുക്കുകയും അത് പാട്ടത്തിന് കൊടുക്കുകയും അതിൻ്റെ കൃത്യമായ പിരിവൊക്കെ നടത്തുകയും ചെയ്താൽ 12,000 കോടി രൂപ ഒരു വർഷം വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥാപനമാണ് ഈ വഖഫ്. ഇന്ത്യയിൽ മൊത്തം അങ്ങോളം ഇങ്ങോളം കിടക്കുന്ന വഖഫ് സ്വത്തുക്കൾ. പക്ഷേ ഇപ്പം അതിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 193 കോടി രൂപ മാത്രമാണ് അതിൻ്റെ ആ ഡിഫറൻസ് നോക്കുക നമ്മൾ. 193 കോടി രൂപ. കാരണം എന്താ? ഇത് ഒന്നുകിൽ ഇതിൽ നല്ലൊരു ശതമാനം അതിൻ്റെ പിഴവ് നമ്മുടെ ഈ സമുദായത്തിൻ്റെ കയ്യിലാണ്. അതിന് ഒരുപാട് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ തന്നെ സമൂഹത്തിലെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ തന്നെ സ്വതവേ ഉള്ള ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്. ഒപ്പം അധാർമികതയും ഒക്കെ അതിന് കാരണമാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വഖഫ് സ്വത്തുക്കൾ എത്രത്തോളം കണ്ണായ സ്ഥലത്തൊക്കെയാണ് ഉള്ളതെന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞാൽ, അംബാനിയുടെ വീടുണ്ടല്ലോ, എത്ര 27 നിലയുള്ള അല്ലേ? അനിറ്റാലിയ എന്ന് പറയുന്ന ആ ആൻഡില സോറി, ആ പ്രോപ്പർട്ടി ഇരിക്കുന്നത് മുംബൈയിലെ ഒരു വഖഫ് സ്ഥലത്താണ്. അതായത് അന്ന് അത് കൈകാര്യം ചെയ്ത അതിൻ്റെ ഒരു പേര് പറയുന്നുണ്ട് ആ പ്രോപ്പർട്ടിയുടെ, അതിൻ്റെ കൈകാര്യം ചെയ്ത ഒരു ട്രസ്റ്റിൻ്റെ, കരീംഭായ് ഇബ്രാഹിം ഖ്വാജ ഓർഫനേജ് എന്ന് പറയുന്ന ഓർഫനേജ് ആയിരുന്നു അതിൻ്റെ ഉടമസ്ഥ. അതിൻ്റെ മുത്തവല്ലി എന്ന് പറഞ്ഞാൽ ശരിക്ക് അറബി പദമാണ്, നമുക്കറിയാം. ഒരു കാര്യത്തിൻ്റെ വിലായത്ത് ഏറ്റെടുക്കുന്ന ആൾ. വഖഫിന് അതിനൊരു ടെർമിനോളജി ഇന്ത്യൻ ഇത്തരം സംവിധാനത്തിൽ തന്നെ മുത്തവല്ലി എന്ന് തന്നെയാണ് അത് അറിയപ്പെടുന്നത്. അതായത് വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്ന, അത് കൈകാര്യം ചെയ്യുന്ന ട്രസ്റ്റ് ഈ ഖ്വാജ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ഈ ഓർഫനേജിനെ 2022 ജൂലൈയിൽ മുകേഷ് അംബാനിക്ക് വിൽക്കുകയാണ്. എത്ര കോടിക്ക്? 21 കോടി രൂപയ്ക്ക്. അപ്പോൾ നമ്മൾ വിചാരിക്കും വലിയൊരു സംഖ്യയാണെന്ന്. പക്ഷേ അന്ന് ഈ 2002 നിലവാരം അനുസരിച്ച് 150 കോടി രൂപ വിലയുള്ള സ്വത്താണ് 20 കോടിക്ക് അന്ന് ഈ ട്രസ്റ്റ് അംബാനിക്ക് വിൽക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ പേരിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേസ് എവിടം വരെ എത്തും എന്നുള്ളതിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് ഏറെക്കുറെ ധാരണയുണ്ട്. അപ്പോൾ ഇതാണ് ഈ വഖഫ് സ്വത്തുക്കളുടെ ഇന്നുള്ള അവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം. പിന്നെ ഡൽഹിയിൽ കോണാട്ട് പ്ലേസ്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലൊക്കെ ഉള്ള പ്രോപ്പർട്ടികൾ, വളരെ 5 സ്റ്റാർ ഹോട്ടലുകൾ ഇപ്പോൾ ഇരിക്കുന്നത് വഖഫ് പ്രോപ്പർട്ടിയിലാണ്. പക്ഷെ അതൊക്കെ എൻക്രോച്ച്മെൻറ്റിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഈ സച്ചാർ കമ്മിറ്റിയിൽ ഇത് ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതിൻ്റെ ഒരു കെടുകാര്യസ്ഥതയാണ്. ഇത് കൈകാര്യം ചെയ്ത മുത്തവല്ലിമാരുടെ കെടുകാര്യസ്ഥത. അവർ പലരും എന്ത് ചെയ്തു? സ്വന്തം ബെനിഫിറ്റിന് വേണ്ടി, ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി പല വഖഫ് സ്വത്തുക്കളും ഒന്നുകിൽ ചെറിയ വാടകയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ മനസ്സിൽ കൊള്ളാത്തത്ര ചെറിയ വാടകയ്ക്ക് കൊടുക്കുകയോ പാട്ടത്തിന് കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് അത് പതുക്കെ എല്ലാ ആളുകളും അത് കൈയേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഒരു വഖഫ് സ്വത്ത് ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോകാനുള്ള ഒരു ചരിത്രപരമായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് വിഭജനം തന്നെയാണ്. വിഭജനത്തിൻ്റെ സന്ദർഭത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുള്ള ഒരു സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബ് അതിർത്തി പ്രദേശമാണ്. എന്തുകൊണ്ടാണ് ആ അതിർത്തി പ്രദേശത്ത് അത്രയധികം വഖഫ് സ്വത്ത് ഉണ്ടായെന്ന് ചോദിച്ചാൽ അവിടെ നിന്നാണ് മുസ്ലിം സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ പാകിസ്ഥാനിലേക്ക് കുടിയേറിപ്പാർക്കും. അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്വത്തുക്കൾ ധാരാളമായിട്ട് ഈ വഖഫിൻ്റെ കീഴിൽ വന്നു. പക്ഷെ അത് അന്യാധീനപ്പെട്ടു പോയി, പലരും അത് കൈകടത്തി. ഇപ്പോൾ ഈ കുപ്രചരണങ്ങളുടെ പിന്നിലെ ഒരു അടിസ്ഥാന ഒരു പ്രശ്നമായിട്ട് നമ്മൾ 2022 തമിഴ്നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് ശരിക്കും ഇപ്പോഴുള്ള ഈ കുപ്രചരണങ്ങളുടെ ഒരു അടിസ്ഥാന പ്രശ്നം. അതായത് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്ത് ഒരാൾ ഭൂമി വിൽക്കാൻ വേണ്ടിയിട്ട്, അയാളുടെ ആ പഞ്ചായത്തിലുള്ള ഒരു ഭൂമി വിൽക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ചു. അപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പോയി, നമ്മുടെ നാട്ടിലുള്ള രജിസ്റ്റർ ഓഫീസിൽ പോയി ആധാരം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. പക്ഷെ അപ്പോൾ രജിസ്റ്റർ ഓഫീസിന് അവരോട് പറഞ്ഞു, നിങ്ങൾ വഖഫ് ബോർഡിനെ കൺസൾട്ട് ചെയ്യണം, കാരണം നിങ്ങളുടെ സ്വത്ത് വഖഫ് ബോർഡിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്. അപ്പോൾ വാസ്തവത്തിൽ ആ ഭൂമിയൊക്കെ വഖഫിൻ്റേതായിരുന്നു. പലരും എൻക്രോച്ച് ചെയ്തിട്ട് പിടിച്ചെടുത്തിട്ട് അങ്ങനെയാണ് ഈ ഗ്രാമീണന് അത് കിട്ടിയത്. അപ്പോൾ അയാൾ വഖഫ് ബോർഡിൽ അന്വേഷിക്കുമ്പോൾ നോക്കുമ്പോൾ ആ പ്രദേശം മുഴുവൻ വഖഫിൻ്റെ സ്വത്താണ്. അപ്പോൾ ഇത് ശരിക്കും വാസ്തവത്തിൽ വഖഫിൻ്റെ സ്വത്ത്, വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ള സ്വത്ത് കൈയേറ്റം ചെയ്ത ആളുകൾ പിന്നെ അതിൻ്റെ കഥ നേരെ തിരിച്ചിടണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമി ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളുടേതടക്കം ഭൂമി കൈയേറ്റം ചെയ്യുന്ന ഒരു സ്ഥാപനമായി വഖഫ് ബോർഡ് മാറിയിരിക്കുന്നു എന്ന ഒരു പ്രചരണം. അവസാനം കോടതി പോയി അയാളുടെ ഭൂമി വിൽക്കാനൊക്കെ സാധിച്ചു, അതൊക്കെ വിട്ടുകൊടുത്തു. കാരണം എന്താ? ഈ വഖഫ് ബോർഡുകളിലൊക്കെ ഇരിക്കുന്നതും അതിൻ്റെ ട്രൈബ്യൂണലൊക്കെ ഗവൺമെൻറ് നിയമിക്കുന്ന ആളുകളും ഗവൺമെൻറ് നിയമിക്കുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ
പ്രശ്നം പരിഹരിച്ചെങ്കിലും പ്രചരണം അങ്ങനെ തന്നെ വ്യാജ പ്രചരണം തുടർന്നുകൊണ്ടിരുന്നു. വാസ്തവത്തിൽ ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം വഖഫ് ബില്ലിനൊക്കെ ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നത് അങ്ങനെയാണ്. പക്ഷേ അതേ സന്ദർഭത്തിൽ നമ്മൾ നോക്കൂ, 1970 മുതൽ VHPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു ഈ വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ സ്വത്ത് മുഴുവൻ വഖഫ് ബോർഡുകളിൽ നിന്ന് ഗവൺമെൻറ് റവന്യൂ വകുപ്പിൻ്റെ കീഴിലേക്ക് ആക്കണമെന്നുള്ളത് അന്നു മുതലേ VHPയുടെ ഒരു പ്രചാരണമാണ്. ആ പ്രചാരണത്തിന് അവർ വെറും പ്രചാരണം നടത്തുകയല്ല. ഇപ്പോൾ 2014 മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പല പ്രദേശങ്ങളിലും ഇത് നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ മാത്രം 128 പ്രോപ്പർട്ടികൾ ഇവർ ഡീനോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഡീനോട്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വഖഫിൻ്റെ പിന്നെ സ്റ്റാറ്റസിന് മാറ്റി അത് പല രൂപത്തിൽ പിന്നെ ഇത്തരം സംവിധാനങ്ങൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് ഒരു വാർത്ത കണ്ടിട്ടുണ്ട്, വളരെ പഴക്കമുള്ള ഒരു പള്ളി ബുൾഡോസർ ഉപയോഗിച്ച് നിരത്തുന്ന വാർത്ത നമ്മൾ വന്നു. അതൊക്കെ ആ നിരത്തുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? ഈ പറഞ്ഞ ഇത് വഖഫ് സ്വത്തല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉത്തരവാണ്. ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ ആക്ട്, വഖഫ് അമെൻമെൻറ്റ് ആക്ട്, അതിന് നല്ലൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്, ഉമ്മീദ് എന്ന് പറഞ്ഞിട്ട്, യുണൈറ്റഡ് വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ്. ഉമ്മീദ് എന്ന് ഹിന്ദി പറഞ്ഞ എന്താ? പ്രതീക്ഷ അല്ലെ, ഒരു പ്രത്യാശ. മുസ്ലിങ്ങൾക്കൊരു പ്രത്യാശ കൊടുക്കുന്ന ഒരു പിന്നെ എന്താ പറയുക, ഒരു നടപടിയായിട്ടാണ്, ഒരു നിയമമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്കറിയാം, ഇത് ഈ വഖഫ് സ്വത്ത് മുഴുവൻ കൈയടക്കുക എന്നുള്ളതാണ്. അതിന് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബില്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രമാദമായ ചില വ്യവസ്ഥകളിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, 6 മാസത്തിനുള്ളിൽ, അതായത് ഈ ബില്ല് നിയമമായി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ ഉമ്മീദ് എന്ന് പറയുന്ന ബില്ല് നിയമമായി വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ രാജ്യത്തുള്ള മുഴുവൻ വഖഫ് സ്വത്തുക്കളും ഡിജിറ്റലൈസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ നിലവിലുള്ള ആധാരവും മറ്റു ഡോക്യുമെൻറ്റുകളൊക്കെ ആയിട്ട് ഈ വഖഫ് ബോർഡുകൾ ഗവൺമെൻറ്റിൻ്റെ ഡിജിറ്റൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ ഇതിനെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇത് ഒരു നിലക്കും പ്രാക്ടിക്കലാവില്ല. പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു സംവിധാനം അനുസരിച്ച് പ്രത്യേകിച്ച് പല വഖഫ് സ്വത്തുക്കളും കാലങ്ങളായിട്ടുള്ളതാണ്. ഈ കാലങ്ങളായിട്ടുള്ള സംഗതികളുടെ ഡോക്യുമെൻറ്റുകൾ തപ്പി കണ്ടുപിടിച്ച് അതിനെ ഈ പറഞ്ഞ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും നടക്കാത്ത സംഗതിയാണ്. അതുകൊണ്ട് തന്നെ 6 മാസം എന്നുള്ള ആ കാലാവധി ഒട്ടും അവരുടെ ഉദ്ദേശം 6 മാസം കാലാവധി കഴിഞ്ഞാൽ പിന്നെ ആ സ്വത്ത് മൊത്തം റവന്യൂ വകുപ്പ് കണ്ടുകെട്ടുക എന്നതിലേക്കാണ് പോവുക. ഇതാണ് ഏറ്റവും പ്രധാനം. അതിനെ തുടർന്ന് വരുന്ന മറ്റൊരു സംഗതി, ഈ വഖഫ് സ്വത്ത് അന്തിമമായിട്ട് വഖഫ് സ്വത്താണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇതുവരെ ഒരു വഖഫ് ട്രൈബ്യൂണൽ ഉണ്ടായിരുന്നു. ആ ട്രൈബ്യൂണലിൽ ഗവൺമെൻറ് തന്നെ നിയമിക്കുന്ന ജുഡീഷ്യൽ പിന്നെ താൽക്കാലികമായിട്ടാണെങ്കിലും ജുഡീഷ്യൽ ഓഫീസർമാരുണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ അത്തരം ട്രൈബ്യൂണലോ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഒരു നിയന്ത്രണത്തിലോ അല്ല, മറിച്ച് അത് തീരുമാനിക്കുക ഡിസ്ട്രിക്ട് കളക്ടർമാരാണ്, ജില്ലാ കളക്ടർമാരെ നിയമിക്കുന്നത് ഗവൺമെൻറ്റുകളാണ്. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ളൊരു വിധിയെ അവർ വരുത്തുള്ളൂ. പിന്നത്തെ ഒരു നിയമം, ഈ സെൻട്രൽ വഖഫ് കൗൺസിൽ ഉണ്ടല്ലോ കേന്ദ്രത്തിലുള്ള, അതിൽ ആ വഖഫ് കൗൺസിൽ 2 മുസ്ലിങ്ങൾ വേണം. അത് ശരിക്കും വളരെ വ്യക്തമായിട്ടും അതിൻ്റെ അത്രക്ക് പച്ചക്ക്, അതായത് പണ്ടൊക്കെ ഇത്തിരി മറയുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനത്തെ ഒരു മറയില്ലാതെ ദേവസ്വം ബോർഡിൽ 2 മുസ്ലിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ 2 ക്രിസ്ത്യാനികൾ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണല്ലോ. പക്ഷെ അത് നമുക്കെതിരെ ആയതുകൊണ്ട് പറയാനൊരു മടിയില്ലാത്തൊരവസ്ഥയിലേക്കാണ്. അതുപോലെ തന്നെ വഖഫ് ബോർഡുകളുടെ സ്വയംഭരണം എന്ന് പറഞ്ഞാൽ ചെറിയ രൂപത്തിലുണ്ടായിരുന്ന ഓട്ടോണമസ് പവർ, ആ പവർ പൂർണ്ണമായിട്ടും എടുത്തു കളയും. വഖഫ് ബോർഡുകൾ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ജില്ലാ കളക്ടറുടെ കീഴിലുള്ള ഒരു വില്ലേജ് ഓഫീസൊക്കെ പോലെ, അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഗവൺമെൻറ് ഓഫീസ് പോലെ, അല്ലെങ്കിൽ അതിനേക്കാളും പവർ കുറഞ്ഞ ഒരു സ്ഥാപനമാക്കി മാറ്റാം. ഇങ്ങനത്തെ ഇതുപോലെയുള്ള 44 അമെൻമെൻറ്റുകളാണ് ഇപ്പോൾ ഈ ബില്ലിലുള്ളത്. നമുക്ക് ആ ബില്ലുകളുടെ ചരിത്രം പരിശോധിച്ചാൽ 1913 ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ വഖഫ് ബില്ല് വരുന്നത്, വഖഫ് നിയമം വരുന്നത്. അത് പിന്നെ ബ്രിട്ടീഷ് സർക്കാർ ഉണ്ടാക്കിയതായിരുന്നു. അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ 1923 1954 ഈ നിയമം ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം അമെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഏറ്റവും അവസാനം 1995 ഇപ്പം നിലവിലുള്ള വഖഫ്. ഈ വഖഫ് ബില്ലുകളൊന്നും നിയമങ്ങളൊന്നും പൂർണ്ണമായും കുറ്റമറ്റതായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉള്ളത്, ഇതുവരെ ഉള്ളതൊക്കെ ഒരുപാട് കുറ്റങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ
മുസ്ലിങ്ങൾക്ക് അവരുടെ സ്വത്തുക്കൾ, അവരുടെ വഖഫ് സ്വത്തുക്കൾ യഥാർത്ഥ രൂപത്തിലല്ലെങ്കിലും കുറച്ചൊക്കെ അവരുടേതായ ഒരു ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് എടുത്തു കളയുന്ന ഒരു മാസ്റ്റർ സ്ട്രോക്കായിട്ടാണ് ഇപ്പോൾ ഈ ബില്ല് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇപ്പോൾ കാസ അതിതീവ്ര സംഘടനയാണ്. കാസയുടെ ക്രിസ്ത്യാനികളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം അവർ പ്രോപ്പർട്ടികൾ എങ്ങനെയാണ് കയ്യേറിയത്, അവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി. പക്ഷെ അതൊക്കെ മറന്നിട്ട് ഇപ്പോൾ മുസ്ലിങ്ങളുടെ അടുത്താണ് ഈ പ്രോപ്പർട്ടികളൊക്കെ ഉള്ളത് എന്ന അർത്ഥത്തിൽ വളരെ വ്യാപകമായ ദുഷ്പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് മുമ്പിലുള്ളത് ഒരു നിരാശയുടെ ചിത്രമാണ് അല്ലേ, ഒരു പൂർണ്ണമായിട്ടും നിരാശ. നമ്മുടെ ഈ സ്വത്തൊക്കെ അവരടിച്ചെടുക്കാൻ പോവുകയാണ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ടും നിരാശപ്പെടേണ്ട ഒരവസ്ഥയിലല്ല എന്നുള്ള കുറച്ച് പോയിന്റുകൾ കൂടി ഞാൻ ഇതിനകത്ത് പറയാം. ഒന്ന്, ഇപ്പോൾ ഈ JPCക്ക് വിട്ടതോടുകൂടി, ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടതോടുകൂടി ഇതിൻ്റെ അകത്ത് ഒരുപാട് എതിർപ്പുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ജനതാദൾ യുണൈറ്റഡ്, അതുപോലെ TDP പോലുള്ള പാർട്ടികൾ ഇതിനെ അതിശക്തമായി എതിർക്കുന്ന രൂപത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഈ ബില്ല് കുറച്ചുകൂടിയൊക്കെ വൈകിക്കാനുള്ള സാധ്യത ധാരാളമായിട്ട് മുന്നിലുണ്ട്. ഒന്നത്, നമ്മൾ JPCക്ക് ഇമെയിൽ അയച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് അപ്പുറത്തുനിന്ന് മനസ്സിലായി. കാരണം എന്താ, നമ്മൾ ഇവിടുന്ന് ഇമെയിൽ അയച്ചപ്പോൾ അതിനേക്കാളും 25 ലക്ഷം സൈബർ പോരാളികളെ പെയ്ഡ് റോളിൽ നിർത്തുന്ന അവർക്ക് അതിനേക്കാളും ഒരുപാട് ഇമെയിലുകൾ അയക്കാൻ പറ്റും. അപ്പോൾ അതിനേക്കാൾ അപ്പുറം പൊളിറ്റിക്കലി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനികളെ ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും ലോബിയിങ് ചെയ്യാനും നമുക്ക് എത്രമാത്രം സാധിക്കുന്നു എന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്തൊരു പ്രതീക്ഷ നമുക്കുണ്ട്. രണ്ടാമത്തെ ഒരു സംഗതി, ഇതിനെ നിയമപരമായി നേരിടാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇത് സംബന്ധമായ ഒരു മഹ്മൂദ് ചാപ്പറല്ല, മറ്റൊരു സെക്കൻഡ് എന്താ ഒരു പ്രധാനപ്പെട്ട ലോയറുണ്ട് ഇന്ത്യൻ, ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിലൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു നല്ല 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു സ്പീച്ച് ഇതിനെ സംബന്ധിച്ച് കാണാൻ പറ്റും. അതിൽ അദ്ദേഹം പറയുന്ന കുറേ ലീഗൽ വശങ്ങളുണ്ട്. ആ ലീഗൽ ലൂപ്പ് ഹോൾ ഉപയോഗപ്പെടുത്തിയിട്ട് കോടതികളിൽ ഇതിനെ നേരിടാൻ സാധിക്കും. പക്ഷേ അത് നിയമം ആകുന്നതിന് മുമ്പ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിയമമായി കഴിഞ്ഞാൽ പിന്നെ ആ നിയമത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കോടതികൾ വിധിക്കുക എന്നുള്ളത്. പിന്നെ അന്തിമമായിട്ട് മുസ്ലിങ്ങൾ ഇനി വഖഫിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ അഥവാ പോയി എന്ന് വിചാരിച്ചോ, ഈ 8 ലക്ഷം പ്രോപ്പർട്ടിയും 9,42,000 ഏക്കറും ഭൂമിയൊക്കെ പോയി. ഇനി നമ്മൾ വഖഫിനെ ഒരു പുതിയ രൂപത്തിൽ കൈകാര്യം ചെയ്യാനും നമ്മുടേതായ സംവിധാനങ്ങൾ അതിനെ നിയമപരമായി തന്നെ നമുക്ക് സംരക്ഷണം ലഭിക്കുന്ന രൂപത്തിൽ വഖഫിനെ കൈകാര്യം ചെയ്യാനും നമ്മൾ പല സ്റ്റെപ്പുകൾ എടുക്കണം. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടേതായ സ്ഥാപനങ്ങളിൽ ട്രസ്റ്റുകളൊക്കെ ഉണ്ട്. അത്തരം ട്രസ്റ്റുകൾക്ക് മാത്രം വഖഫ് ചെയ്യുക, പുതുതായിട്ട് ചെയ്യുന്ന ആളുകൾ ആ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഒരു വഖഫ് ബോർഡിനെ ഏൽപ്പിക്കുകയോ ഗവൺമെൻറ് സംവിധാനത്തിലേക്ക് അതിനെ കൊടുക്കുകയോ ചെയ്യാതെ നമ്മുടേതായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിയമപരമായ പരിരക്ഷ പൂർണ്ണമായും ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഇവിടെ നിന്ന് അങ്ങോട്ട് വഖഫ് ചെയ്യുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കണം. ട്രസ്റ്റുകൾ രൂപീകരിച്ചുകൊണ്ട് ഇതുപോലുള്ള വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. മൊത്തത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരവസരം ഒരുക്കി തരാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളെങ്ങനെ നിങ്ങളുടെ ഭാവിയെ പുനർനിർണ്ണയിക്കുന്നു, നിങ്ങളുടെ സ്ട്രാറ്റജിയെ നിങ്ങളെങ്ങനെ രൂപപ്പെടുത്തുന്നു, മൊത്തം നേരത്തെ ഇവിടെ ഷാനവാസ് ഖാലിദ് സൂചിപ്പിച്ചല്ലോ ഖിലാഫത്തിനെ കുറിച്ചൊക്കെ. അപ്പോൾ ആ ഒരു നമ്മുടെ പതിതാവസ്ഥയിൽ നിന്നിട്ട് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു ഇന്ധനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. അന്തിമമായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഭൂമിയെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാട് എന്താ? അള്ളാഹ് തന്നെ പറയുന്നത് വലില്ലാഹി മാഫിസ് സമാവാതി വ മാഫിൽ അർദ്. ഭൂമിയും ആകാശമൊക്കെ അള്ളാഹിൻ്റെയാണ്. കുറച്ചു കാലം കുറച്ച് പേരുടെയൊക്കെ കയ്യിലിരിക്കും, ഇതിനപ്പുറത്തേക്ക് ഇത് ഇങ്ങനെ തുടർച്ചയായിട്ട് പോരാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിലെ അധികാരമോ ഭൂമിയിലെ അവസ്ഥകളോ ഒന്നും ശാശ്വതമായിട്ട് ഒരേ അവസ്ഥയിൽ നിലനിൽക്കുന്നതല്ല. ഇതൊക്കെ മാറി മറിഞ്ഞു വരും. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഈ അവസ്ഥകളെ കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ അഗാധമായി പഠിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പുതിയ സ്ട്രാറ്റജികൾ ഉണ്ടാക്കുക. നമ്മുടെ അടുത്തൊരു തലമുറയെ ഇതൊക്കെ നേരിടുന്ന രൂപത്തിലേക്ക് അവർ വളർത്തിയെടുക്കുക. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ജഅൽനി അലാ ഖസാഇനിൽ അർള് എന്ന് പറഞ്ഞല്ലോ. വഖഫിനെ കുറിച്ച് പറയുമ്പോൾ അത് ശരിക്കും പ്രസക്തമാണ്. ഭൂമിയുടെ മൊത്തം ഖജനാവ് എന്നെ ഏൽപ്പിക്ക്, ഇന്നി ഹഫീദുൻ അലീം, ഞാൻ അതിനെ സൂക്ഷിക്കാനും എനിക്കതിനെക്കുറിച്ചുള്ള വിവരമുണ്ട്. നമുക്ക് ഒരു അമുസ്ലിം സൊസൈറ്റിയിൽ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പാഠമാണ് യൂസുഫ് അലൈഹിസ്സലാം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ന് വെച്ചാൽ ആ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമാറ് നമ്മൾ വിജ്ഞാനമുള്ളവരായി മാറുക, ഹഫീദായി മാറുക, സൂക്ഷിക്കുന്നവരായിട്ട് മാറുക, അലീമായിട്ട് മാറുക. നോളജ് പവർ, അത്
സമ്പത്തിൻ്റെ ഒരു പവർ, നോളജിൻ്റെ ഒരു പവർ, എഫിഷ്യൻസിയുടെ മറ്റൊരു പവർ. ഇത്തരത്തിലുള്ള പവർ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും? അതെങ്ങനെ? അതാണല്ലോ വഅദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ വമിൻ റിബാത്തിൽ ഖൈലി തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവക്കും. നിങ്ങൾക്ക് പവർ വേണം. ഖുവ്വത്ത്, ഇന്നത്തെ ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ പണമാണ്. നല്ല പണം, സാമ്പത്തിക പവർ വേണം. റിബാത്തുൽ ഖൈലി, വലിയ മേൽത്തരം കുതിരകൾ വേണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം നിങ്ങൾക്ക്, ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതൊക്കെയുള്ള ഒരു സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയെടുക്കാനും അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികളൊക്കെ രൂപീകരിക്കാനും ഒക്കെയുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് തരികയാണ് ഇത്തരം സംഗതികളിൽ കൂടി എന്നുകൂടി മനസ്സിലാക്കിയാൽ നമ്മുടെ നിരാശ പ്രത്യാശയ്ക്ക് വഴിമാറും. ആ അർത്ഥത്തിൽ ഈ ചർച്ചയ്ക്കൊരു തുടക്കം കുറിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം എടുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.